എടാ ഈ ആഴ്ച തന്നെ ജാതകഫലം നോക്കിക്കേ. നീ തന്നെ വായിക്ക. അശ്വതി, പൊതുവെ ഈ ആഴ്ച അനുകൂലമാണ്. ഉദ്ദിഷ്ടകാര്യ ലാഭം. യുവതീ യുവാക്കൾ തമ്മിലുള്ള പ്രേമബന്ധം ഉറപ്പിക്കുവാൻ അനുകൂലമായ കാലഘട്ടമാണ്. വ്യാഴം ശനി എന്നീ ദിവസങ്ങൾ അല്പം സൂക്ഷിക്കണം. തല്ലുകൊള്ളാനായിരിക്കും യോഗം. കഫം സംബന്ധമായ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കൊള്ളാം. എന്തായാലും ശ്രമിച്ചുകളെ. നിന്റെ നക്ഷത്രം ഏതാ? ആർക്കറിയാം. നീ ഒരു കാര്യം ചെയ്യും, ഇത് മുഴുവൻ വായിക്കും. എന്നിട്ട് അതിൽ ഏതാണ് നല്ലത് അതാണ് എന്റെ നക്ഷത്രം. എടാ ഒരു 10 മിനിറ്റ് വിട്ടിട്ട് ഞാൻ വീട് വരെ പോയിട്ട് വരാം. അതെങ്ങനെയാടാ? പലവരും വന്നാൽ ഞാൻ എന്ത് ചെയ്യും? നീ സാധനം എടുത്തു കൊടുക്കണം. എല്ലാ സാധനത്തിലും വില എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ വരട്ടെ. അയ്യോ ഞാനുണ്ട്. എന്താ വേണ്ടത്? വരൂ പ്ലീസ്, കമിൻ. വരൂ. ഈ മാലയ്ക്ക് എന്താ വില? 45 രൂപ. 45 രൂപയോ? അയ്യോ അത് വളരെ കൂടുതലാ. എടി നമ്മൾ ആ കടയിൽ കയറിയപ്പോ എത്രയാ പറഞ്ഞേ? 25 രൂപയല്ലേ? സത്യമാണോ നിങ്ങൾ പറയുന്നത്? ഇത് രാവിലെ ഉള്ളോ? അതെ അതെ. എന്നാ ആ വില എന്നാ മതി. പിന്നെ ഹെയർ ടോണിക് ഉണ്ടോ? നോക്കട്ടെ. എന്തിനടി നീ കള്ളം പറഞ്ഞത്? അതൊന്നും സാരമില്ലടി. യവന്മാർ ഒടുക്കത്തെ ലാഭം എടുക്കുന്നത്. ഞാനില്ല, ഞാൻ പോണു. നീ പോലെ നിക്ക്. ഇതല്ലേ? കുട്ടിക്കൊന്നും വേണ്ടേ? ഇത് വേണ്ടേ? ആദായ വിലയാ. 25 രൂപയേ ഉള്ളൂ. ഇത് കൊള്ളാം, പക്ഷെ ഭയങ്കര വിലയാണല്ലോ. 25 രൂപയോ? ആ കടയിൽ എന്ത് പറഞ്ഞു? 12 രൂപ. ഓ, എന്നാ ആ വില തന്നാ മതി. പിന്നെ ആ ഷാമ്പു എങ്ങെടുത്തേ. പിന്നെ ആ ബോട്ടിലൊന്നും ഇങ്ങെടുത്തേ. ഇത് വേണ്ടേ? ഓ, ഉപയോഗിക്കില്ലായിരിക്കും അല്ലേ? ഇത്രയും മതി കേട്ടോ. ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് തരണം. കോളടിച്ചല്ലോ. പിന്നെ ഇതെന്താ 60 രൂപയോ? 10-250 രൂപയുടെ സാധനങ്ങൾ കൊണ്ടുപോയല്ലോ. ആര് പറഞ്ഞു? ഞാൻ കണ്ടതല്ലേ. അതെ, 1 രൂപയുടെ സാധനത്തിന് 3 രൂപ എഴുതുമ്പോ ആലോചിക്കണം. നിന്നോട് ആര് പറഞ്ഞു? അവരടുത്ത കടയിൽ കയറിയിട്ടല്ലേ വന്നത്. എടാ മഹാഭാവി, അവരെന്നെ പറ്റിച്ചല്ലോടാ. ഇപ്പൊ മനസ്സിലായി നിന്റെ നക്ഷത്രം. ആയില്യം. ഇത് കേട്ടോ. ആയില്യക്കാർക്ക് ഈ ആഴ്ച പൊതുവെ മോശം. അവിചാരിതമായ ധനനഷ്ടം, മാനഹാനി, പ്രത്യേകിച്ചും സ്ത്രീകളിൽ നിന്നും. വളരെ സൂക്ഷിക്കേണ്ട കാലഘട്ടമാണ്. ആരെയും വിശ്വസിക്കരുത്. ഇപ്പൊ അനുഭവത്തിൽ നിന്ന് മനസ്സിലായല്ലോ.